എന്ത് തള്ള ഇവിടെ വന്ന് നിക്കണ്? ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിരിക്കണ ഈ കൊലായ്മ വന്ന് ഇരിക്കരുത്. ഞങ്ങൾക്കൊരു സ്വൈര്യം തരുമോ? എന്റെ ഭാര്യ വീട്ടുകാരും കൂട്ടക്കാരൊക്കെ ഇപ്പൊ വരും. ഇവിടെ ഇങ്ങനെ ഇരുന്ന എനിക്കൊരു നാണക്കേടല്ലേ? നിങ്ങൾ ദയവ് ചെയ്തിട്ട് അവിടെ പോയി ഇരിക്ക്. എത്ര നേരടാ ഞാൻ റൂമിൽ കിടക്കുക? ഈ കുട്ടികളൊക്കെ കളിക്കണതൊന്ന് കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നില്ല. എത്ര തെറ്റായി പോയാ? ഇരിക്കുക കിടക്ക, എന്ത് പണ്ടാറ പണിയിൽ കിടക്ക്. തള്ളനെ കൊണ്ടൊരു സ്വൈര്യം. മറ്റുള്ള വാക്ക് കേട്ടിട്ടല്ല അങ്ങനെ പോരെടുക്കണത്. സഹിക്കാൻ പറ്റൂലടാ. പെണ്ണുങ്ങൾ പറയണേലും കാര്യമുണ്ട്. ഓൾക്കൊരു സ്വൈര്യം കൊടുക്കണ്ടേ? ഈ തൊട്ടേനും പിടിച്ചേനും അത് കാട്ടി ഇത് കാട്ടി ഇത് കാട്ടി ഓളെ ബുദ്ധിമുട്ടിക്കുക. 10-18 കൊല്ലം മുമ്പ് എന്റെ വാപ്പ ഇട്ടെറിഞ്ഞു പോയടാ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ ഞാൻ വളർത്തിണ്ടാക്കിയതാണ് അറിയോ? ഇതൊന്നും മനസ്സിലാക്കാതെ ഇമ്മാനോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ട മോനെ. ഇന്നൊരൊറ്റ ദിവസം കൂടി ഇവിടെ നിന്നോ. നാളെ ഞാൻ വരുമ്പോഴേക്കും തള്ള നിങ്ങൾ മാറ്റി നിന്നോ. നാളെ നിങ്ങൾ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാം. വൃദ്ധസദനത്തിലെന്നെ കൊണ്ടാക്കും. ഈ പെറ്റമ്മാനെ കൊണ്ടാക്കും. ഞാനേ എന്നെ എത്ര കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതാടാ. നിങ്ങളതിന് ബേജാറാവണ്. അവിടെ നിങ്ങളെപ്പോലത്തെ കൊറേ തള്ളാരും തന്താരൊക്കെ അവിടെ ഉണ്ട്. ഇതിനേക്കായി നല്ല ഞാൻ മരിച്ചു പോകട്ടെ നല്ലത്. നിങ്ങളെ പൂങ്കണ്ണീരൊക്കെ കൊറേ ഞങ്ങള് കണ്ടതാണ്. ഞാൻ കൊറേ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നിലക്കെത്തിക്കാൻ. ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടടാ. വയറ് നിറച്ചേക്ക് കുറച്ച് ഭക്ഷണം ഉമ്മാക്ക് കഴിക്കാൻ തിന്നണം ഉമ്മാക്ക്. എന്നിട്ട് നാളെ ഞാൻ പോയിക്കോളാം പോലെ. ഉമ്മയുടെ കുട്ടി കൊണ്ടാക്കി കളി നാളെ എന്നെ കാരണം ബുദ്ധിമുട്ടാ. ഏതായാലും അവിടെ പോയിട്ട് കഴിക്കാം. അവിടെ നല്ല ഭക്ഷണം. പോയിക്കോളാം. ഞാൻ പോയി കിടന്നോണ്ട് ബുദ്ധിമുട്ടിക്കാൻ ഇവിടെ തള്ളനെ കാണാനില്ലല്ലോ. അല്ലേ കാണാൻ പണ്ടാറ മാറ്റി നിക്കാൻ പറഞ്ഞിട്ട് ഈ നേരം വരായിട്ട് കിടന്നുറങ്ങാണ്. എത്ര നേരായി ഉമ്മ